ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. അപ്പോൾ നമ്മൾ പൊങ്കാലയ്ക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുവാണ്. ഇവിടെ അങ്കിളുടെ വീട്ടിൻ്റെ അടുത്ത് നമ്മുടെ മണ്ണടി ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ അതിനടുത്തായിട്ടാണ് നമ്മൾ പൊങ്കാലയ്ക്ക് ഇരിക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം അങ്ങോട്ട് പോയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, രാവിലെ തന്നെ മഴയാണ് കേട്ടോ. മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ പൊങ്കാലയ്ക്ക് മുന്നേ, അതായത് ഈ 10 ദിവസത്തെ ഉത്സവം തുടങ്ങി അതിനകത്തൊരു മഴ പതിവാണ്. പക്ഷെ അത് ഈ 9 ദിവസത്തിലും അത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ സാധാരണയായിട്ട് പൊങ്കാലയുടെ തലേ ദിവസത്തിലാണ് ഇതുപോലെ മഴ പെയ്യാറുള്ളത്, തലേ ദിവസം വൈകുന്നേരം. അപ്പോൾ നമ്മളൊക്കെ അതിനെ ദേവി ഒന്ന് ശുദ്ധീകരിക്കുകയാണ്, പൊങ്കാല ഇടുന്ന പരിസരങ്ങളൊക്കെ അങ്ങനെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. പക്ഷെ അത് ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ അതുപോലെ തന്നെ ചെറിയ രീതിയിൽ മഴ ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ ഒന്നങ്ങോട്ട് കടുക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഒന്ന് പേടിച്ചു എങ്കിലും പിന്നെ അതങ്ങ് ശാന്തമായി, പഴയ പോലായി. ഇത് പൊങ്കാലയ്ക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ശർക്കരയാണ് കേട്ടോ. അതൊക്കെ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആൻറ്റി അങ്കിളും നേരത്തെ പോവുകയാണ്. പൊങ്കാലയ്ക്ക് നമുക്കായിട്ടുള്ള സ്ഥലമൊക്കെ നേരത്തെ കണ്ടുവയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതേ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെരളിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശർക്കരയാണ്. ഇലയൊക്കെ നേരത്തെ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനും അനിയനും അനിയത്തിയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ. അവരൊക്കെ നേരത്തെ പോയി. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് ഇറങ്ങിയത്, കാരണം കുഞ്ഞുള്ളതുകൊണ്ട്. അപ്പോൾ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല, എനിക്ക് മുഴുവനായിട്ട് അവിടെ നിൽക്കാനും പറ്റത്തില്ല. വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇതുപോലെ കോലമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ്. ഇതാണ് കേട്ടോ മണ്ണടി ശിവക്ഷേത്രം. ഇതിൻ്റെ അടുത്തായിട്ടാണ് അവരൊക്കെ ഇരിക്കുന്നത്. അടുപ്പൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്, പൊങ്കാല കലങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനായിട്ടുള്ള വെള്ളം, ബാക്കി കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീ കൊളുത്താനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ആ സമയത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇത് തീ കൊളുത്താൻ സമയമാകുമ്പോഴേക്കും, അതായത് അമ്പലത്തിൽ പണ്ടാരം അടുപ്പിൽ തീ കൊളുത്തുന്ന സമയത്ത് ഇവിടെ വെടിമുഴക്കം കേൾക്കും കേട്ടോ. അവിടെ നിന്ന് ഒരു വെടിയൊച്ച കേൾക്കും. അപ്പോൾ ആ സമയത്താണ് ബാക്കിയുള്ള അടുപ്പുകളിലേക്കെല്ലാം തീ പകരുന്നത്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്.
ബാലാമണി. രണ്ടുപേരേ ഉള്ളോ? മക്കളൊക്കെ ആ കുറച്ച് കഴിഞ്ഞുകൊണ്ടേ ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ. കുഞ്ഞിനെ അച്ഛനെയും അങ്കിളിനെയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ ഇനി അധികം ഇവിടെ നിൽക്കുന്നില്ല. പുഷ്പവൃഷ്ടിക്കായുള്ള പ്ലെയിനാണ് കേട്ടോ അതേ പോകുന്നത്. അപ്പോൾ ഞാനിത് വീട്ടിൽ ഇരുന്നിട്ട് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ദേ ഈ വർഷത്തെ പൊങ്കാലയൊക്കെ കഴിഞ്ഞു ഭക്തജനങ്ങളൊക്കെ വീടുകളിലേക്ക് തിരിച്ചു പോയി. പൊങ്കാല കഴിഞ്ഞ ഒരു ഗ്രൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷത്തെ കാത്തിരിപ്പാണല്ലേ, ഇതുപോലൊരു ഉത്സവത്തിന് വേണ്ടിയിട്ട് ഒരു വർഷത്തെ കാത്തിരിപ്പാണ്. അപ്പോൾ ഞാൻ പൊങ്കാല ഇടാത്ത എന്താണെന്ന് വെച്ചാൽ കുഞ്ഞിനെ നോക്കാൻ പോകണം, അങ്ങനെ വീട്ടിലേക്ക് പോവേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പൊങ്കാല ഇടാത്തത്. അപ്പോൾ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി വന്ന് ഇടാനായിട്ട് അങ്ങനെ, അതായത് വീട്ടിലേക്ക് പോകണം, ഇല്ലെങ്കിൽ പൊങ്കാല ഇടുന്നിടത്തേക്ക് തിരിച്ചു വരണം, കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അത് ഒഴിവാക്കിയത്. എനിക്കിങ്ങനെ പൊങ്കാല ഇടുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് മുഴുവനായിട്ട് അവിടെ നിന്ന് പൊങ്കാല ഇടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വർഷം ദേവി എനിക്കതിനുള്ള അവസരം തരട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇത് പൊങ്കാലയ്ക്ക് കഴിഞ്ഞ റോഡാണ് കേട്ടോ. പൊങ്കാലയ്ക്ക് കഴിഞ്ഞ് തിരക്കൊക്കെ ഒഴിഞ്ഞ ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളും വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ചേട്ടൻ വരാനായിട്ട് കുറച്ച് ലേറ്റായി, ബ്ലോക്കൊക്കെ ആയത് കാരണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. ശരി.